പകരം ചോദിക്കണം, അങ്ങനെ വയറ്റത്തൊരു കമ്പുകൊണ്ട് വടികൊണ്ട് കുത്തിയിരുന്ന് എനിക്ക് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് വടി വാങ്ങുന്നു എന്ന പ്രിയമുള്ളവരെ, ചരിത്രം സുദീർഘമാണ്, ഞാൻ വിശാലമായി പറയുന്നില്ല. അവസാനമതാ പ്രവാചകന്റെ മുന്നിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് സഹാബി പറഞ്ഞു, നബിയേ, അങ്ങനെ സമയത്ത് എന്റെ വയറ്റിൽ കൊത്തുന്ന സമയത്ത് ഞാൻ ഷർട്ട് ധരിച്ചിരുന്നില്ല, എന്റെ ശരീരം വ്യക്തമായി കാണാമായിരുന്നു, അതുകൊണ്ട് അങ്ങ് ഈ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രമഴിച്ചു മാറ്റണമെന്ന് പറയുമ്പോ സഹാബാക്കളതാ ഈ സഹാബിയുടെ നേരെ ചാടി വീഴുന്നു. പ്രവാചകൻ ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ഉകാസയോട് പറയുന്നു, നീ പ്രതികാരം വാങ്ങിച്ചു കൊള്ളുക, പ്രതികാരം എടുത്തുകൊള്ളുക. ഉകാസയുടെ മുന്നിൽ പ്രവാചകന്റെ ശരീരത്തിന്റെ നഗ്നത അല്ലാഹുവിന്റെ റസൂല് ഷർട്ട് മാറ്റിയിട്ട് ശരീരം കാണിക്കുമ്പോ ഉകാസയതാ വടിയുമായി പ്രവാചകന്റെ മുന്നിലേക്ക് വയറ്റിലേക്ക് കുത്താൻ വേണ്ടി ഓടി വരികയാ. സഹാബാക്കൾ അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉകാസ എന്ത് മണ്ടത്തരമാണ്, എന്ത് അവിവേകമാണ് കാണിക്കുന്നത്. അല്ലാഹുവേ, ഈ ഉകാസ എന്ത് അവിവേകമാ കാണിക്കുക. എല്ലാവരും അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ കണ്ടു നിൽക്കുമ്പോ ഉകാസയതാ വടിയുമായി പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് പ്രവാചകന്റെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് അടുക്കുന്നു. കയ്യിലിരിക്കുന്ന വടി അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പ്രവാചകന്റെ വിശാലത്തിന്റെ ഭൂമേനി ആലിംഗനം ചെയ്തുകൊണ്ടതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് സ്നേഹത്തിന്റെ ചെറുചുംബനം കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനെ വീർപ്പുമുട്ടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കാശ, എന്തിനാണ് നീ ഈ ഒരു പ്രതികാരം ഈ രീതിയിൽ നീ നടപ്പിലാക്കിയത്? കാശ പറഞ്ഞു, നബിയേ, ഈ പാവപ്പെട്ട സഹാബിക്ക് അങ്ങയുടെ ശരീരത്തിലേക്കൊന്ന് തൊടാൻ, അങ്ങയുടെ ശരീരത്തിലേക്കൊരു മുത്തം തരാൻ എനിക്ക് കഴിയില്ലല്ലോ, അതിനുവേണ്ടി ഞാനൊരു തന്ത്രം മെനഞ്ഞതാണ്, ഒരു ഹിക്മത്ത് മെനഞ്ഞതാ. ഇനി എനിക്ക് പേടിയില്ല നബിയേ, എന്നെ നരകത്തിന്റെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാലും അങ്ങയുടെ പവിത്രമായ ശരീരത്തോട് ചേർന്ന എന്റെ ഈ ശരീരം ഇനി നരകാഗ്നിക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ നൃത്തം തൊട്ട് അവകാശം അടങ്ങിപ്പോയെങ്കിൽ ആ പ്രവാചകന്റെ ശരീരത്തിന്റെ ഭാഗം ചേരുന്ന ഭാഗത്ത് നരകത്തിന്റെ അഗ്നി തൊടുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് വളർത്തുമ്മക്ക് വേണ്ടി, ആ പോറ്റുമ്മക്ക് വേണ്ടി കബർ കുഴിച്ചിട്ട് ആ കബറിൽ കിടന്ന് ശരീരം ഇട്ടുകൊണ്ട് ആ മണ്ണിനോട് ചേർക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വളർത്തുമ്മയുടെ ജനാസ കൊണ്ടുവരുന്നു കബറടക്കാൻ വേണ്ടി. ആരാണ് ജനാസ കൊണ്ടുവന്ന് താങ്ങി വെക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് ജനാസ താങ്ങുന്നു. അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് അബൂബക്കർ തങ്ങളുണ്ട്. മൂന്നുപേരും കൂടി പ്രവാചകന്റെ വളർത്തുമ്മയുടെ ഫാത്തിമത്ത് ബിന്തു അസദിന്റെ ശരീരം താങ്ങിയെടുത്ത് കബറിലേക്ക് വെക്കുകയാ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് 4 പ്രാവശ്യം തക്ബീർ പറഞ്ഞു എന്ന ഹദീസിൽ കാണാം. പ്രിയമുള്ളവരെ, എന്നിട്ട് പ്രവാചകൻ ആ കബറിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു. 3 പ്രാർത്ഥനയാണ് നടത്തിയത്. ഒന്നാമത് നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ, അല്ലാഹുവേ, എന്റെ പെറ്റുമ്മക്ക് ശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ പോറ്റുമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആരാണടാ പറയുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥനയുടെ ഫലമുണ്ടാകില്ല എന്ന്? ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളല്ലാതെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലം കബറിലേക്ക് എത്തില്ല എന്ന് പറയുന്ന മണ്ടന്മാരുണ്ടെങ്കിൽ പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂലതാ കബറിൽ നിന്നുകൊണ്ട് വളർത്തുമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, എന്റെ ഉമ്മാടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. രണ്ടാമത് നബി തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ആഖിറത്തിന്റെ കടമ്പകളിൽ അടിയുറച്ച് നിൽക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മൂന്നാമത് വളർത്തുമ്മയ്ക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ വസിഅ ഖബറഹാ, എന്നെ ഉമ്മാന്റെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രാർത്ഥനയുടെ പേരില് അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ കിടന്നുകൊണ്ട് ആ ശരീരം മണ്ണിനോട് ചേർത്ത് വെച്ചതിന്റെ പേരില് ഫാത്തിമത്ത് ബിന്തു അസദിന്റെ ശരീരത്തെ ഖബർ ഞെരുക്കുന്നതല്ല. ലോകത്ത് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരെയും ഖബർ ഞെരുക്കുന്നു, ഖബർ സ്വീകരിക്കും, ഖബർ ഞെരുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഫാത്തിമ ബിന്തു അസദിനെ അല്ലാഹു തആല ഇതെന്ന് ഒഴിവാക്കുന്നതാ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ പേരിലാണ്, പ്രാർത്ഥനയുടെയും പ്രവാചകന്റെ ഈ ഒരു പ്രവർത്തനത്തിന്റെയും പേരിലാണ്. ഫാത്തിമത്ത് ബിന്തു അസദിനെ ഖബർ ഞെരുക്കുന്നതല്ല, ഖബർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലുമില്ല.
അല്ലാഹു നമുക്കും ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളെ ഖബർ ഞെരുക്കിയാൽ വേദനിക്കൂല, പ്രയാസപ്പെടുത്താത്ത രീതിയിൽ സത്യവിശ്വാസികളെ ഖബറിൽ ചടങ്ങുന്നതിലേക്ക് ആ ഒരു പ്രവർത്തനം നടത്തും. പക്ഷേ ധിക്കാരികളെയും തെമ്മാടികളെയും അഹങ്കാരികളെയും ഖബറവന്റെ എല്ലുകൾ ഒടിയത്തക്ക രീതിയിൽ ഖബറവനെ വല്ലാതെ ഞെക്കി ഞെരുക്കുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഖബറിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ഈ ഖബറിന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ മാർഗമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടതാ മഹാനായ അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ പറയുന്നു, 4 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. 4 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവൻ. ഒന്നാമത് അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ പറഞ്ഞു, 5 നേരത്തെ നമസ്കാരം നിലനിർത്തുക. 5 നേരത്തെ നമസ്കാരം നിലനിർത്തുന്നവന്, 5 നേരത്തെ നമസ്കാരം കളാക്കാതെ നമസ്കരിക്കുന്നവന് ഖബറിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത് അമുല്ലൈസ് സമർക്കന്ദി തങ്ങൾ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ അധികമായി നിങ്ങൾ പാരായണം ചെയ്യണേ. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പേരിൽ ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാ. മൂന്നാമത് അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ പറയുന്നു, ദിക്റുകളും തസ്ബീഹുകളും നിങ്ങൾ അധികരിപ്പിക്കണേ. ദിക്റുകളും തസ്ബീഹുകളും നിങ്ങൾ വർദ്ധിപ്പിക്കുക. നാലാമത് അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ പറയുന്നു, കസ്റത്തു സദഖ, ദാനധർമ്മം നിങ്ങൾ അധികരിപ്പിക്കണേ. ദാനധർമ്മം നിങ്ങൾ അധികരിപ്പിക്കണേ. ദാനധർമ്മം നിങ്ങൾ അധികരിപ്പിക്കണേ. ഇതിന്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലെത്തുന്നതാ. നിങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ 4 കാര്യങ്ങൾ കൊണ്ട് ഉപകരിക്കുമെന്ന് മഹാനായ അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ നമസ്കാരത്തിന്റെ പേരില്, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പേരില്, ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലുന്നതിന്റെ പേരില്, സദഖകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ പേരില് അല്ലാഹു ഖബറിന്റെ ആ കഠിനമായ ശിക്ഷയെ തൊട്ട് നമുക്ക് മോചനം തരട്ടെ. അതുകൊണ്ട് മരണം വരെ നമസ്കരിക്കാമെന്നൊരു പ്രതിജ്ഞയെടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആരോഗ്യം ക്ഷയിച്ച് കുടുംബത്തിന്റെ ഭാരമായി ആർക്കും വേണ്ടാതെ വരുമ്പോ പള്ളിയുടെ മൂലയിലേക്ക് തസ്ബീഹ് മാലയെടുത്ത് കയറുന്നൊരവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണേ. ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, നിനക്ക് ഓടിച്ചാടി നടക്കാൻ നിനക്കുക. നിന്റെ ശരീരത്തിന് ആരോഗ്യമുള്ള സമയമാ എന്റെ പെങ്ങളെ. നിന്റെ ശരീരത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യമുള്ള ഈ സമയം നിന്റെ റബ്ബിന് വേണ്ടി നീ ചെലവഴിക്കൂ സഹോദരി. ഈ സമയത്ത് നിന്റെ ഇബാദത്തിന്, നമസ്കാരത്തിന് പ്രതിഫലം കൂടുതലുണ്ട്. അതുകൊണ്ട് നമസ്കാരം മരണം വരെ ഞാൻ കളാക്കാതെ നിർവഹിക്കാമെന്ന് ഈ സദസ്സിൽ വെച്ച് മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ ചെയ്തു. അല്ലാഹു ഭാഗ്യം തരട്ടെ. നാളെ നമസ്കരിക്കാത്തവനെ പന്നിയുടെ കോലത്തില് ഖിയാമത്തിന്റെ മൈതാനിയിൽ ഹാജരാക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മയുടെ പേരില്, നമസ്കാരം ഒഴിവാക്കുന്നതിന്റെ പേരില്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയില്ലായിരുന്നെങ്കിലോ ഇന്ന് വേളാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇരുകാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഞാനും നിങ്ങളും മനുഷ്യ സമൂഹമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ മുദ്രമുട്ടുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളും നമസ്കാരം കളാക്കിയതിന്റെ പേരില്, നമസ്കാരം ഒഴിവാക്കിയതിന്റെ പേരില് പട്ടിയുടെയും പന്നിയുടെയും കുരങ്ങന്മാരുടെയും കോലത്തിൽ കോലം മറിക്കപ്പെട്ടവരെ കാണുമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, എന്റെ സമൂഹത്തെ നീ കോലം മറിക്കല്ലേ അല്ലാ. ആ പ്രാർത്ഥനയുടെ പേരിലാ സർവ്വത്തെമ്പാടി തരങ്ങളും സർവാഭാസ തരങ്ങളും ചെയ്തു കൂട്ടിയിട്ട് ഈ ലോകത്ത് മനുഷ്യനായി നീ എഴുന്നേറ്റ് നിൽക്കുന്നത്, കോലം മറിക്കപ്പെടാതെ മനുഷ്യനായി എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമാൻ. അതുകൊണ്ട് മരണം വരെ നമസ്കരിക്കാമെന്നൊരു പ്രതിജ്ഞയെടുക്കുക. രണ്ടാമത് ഖുർആൻ ഓതിക്കൊള്ളാമെന്നൊരു നിയ്യത്തെടുക്കുക. ദിക്റുകൾ അധികരിപ്പിക്കാമെന്നൊരു പ്രതിജ്ഞയെടുക്കുക. ധർമ്മങ്ങൾ ചെയ്യാം, അഗതികളെ സഹായിക്കാം, പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാം, ദീനിന് വേണ്ടി സംഭാവന ചെയ്യാം. സമൂഹത്തിൽ എത്ര നിർധനരായ അവസ്ഥ അനുഭവിക്കുന്ന, വിവാഹം സ്വപ്നം കൊണ്ട് സാമ്പത്തികമില്ലാതെ കുടുംബത്തിൽ ഇങ്ങനെ പുറമെ
വേദനയിൽ നിൽക്കുന്ന എത്ര സഹോദരിമാരാ, കണ്ടിട്ട് നിങ്ങളൊന്ന് സഹായിക്കാനെന്ന് നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ സത്യമല്ലേ വിവാഹം? സാമ്പത്തികമില്ലാത്തതിന്റെ പേരില്, ഒന്നുമില്ലാത്തതിന്റെ പേരില് ഇന്നും പുറനിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീരും കിരാവുമായി കഴിഞ്ഞുകൂടുന്ന തഹജ്ജുദ് മുടക്കാത്ത നമസ്കാരം കളാക്കാത്ത എത്ര പെൺകുടിമാരുണ്ട്. നിങ്ങൾ കണ്ടറിഞ്ഞെന്ന് സഹായിക്കുമോ? ഒരു കുടുംബ ജീവിതത്തിനൊരു കവാടം നിങ്ങൾ തുറന്നു കൊടുക്കുമോ? അതേ ധർമ്മത്തിൽപ്പെട്ടതാ. നാളെ ഖബറിൽ നിനക്കതിന്റെ പ്രതിഫലം കിട്ടുന്നതാ. അല്ലാഹു ഭാഗ്യം തരട്ടെ. നല്ല കാര്യങ്ങളുമായി സഹകരിക്കാൻ, നല്ല കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ 4 വിഷയങ്ങൾ ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് ഒരു ദീർഘമായൊരു യാത്ര. എപ്പോഴാ? സൂറന്ന കാഹളത്തിൽ ഒന്നോടും ഒന്നാമതൂതും ലോകം നശിക്കും, എല്ലാവരും നശിക്കും. പിന്നീട് ഒരു ഊതലുണ്ട് സൂറന്ന കാഹളത്തിൽ. ഖബറിൽ കിടക്കുന്നവരൊക്കെ ചാടി എഴുന്നേക്കും. പുനരുദ്ധാരണമാണ്. അവിടുന്ന് പിന്നെ ഒരു യാത്രയാണ്. ഖബറിന്റെ അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞുകൂടും. രണ്ടാമത്തെ ഊതൽ, പിന്നെ അവിടുന്ന് മഹ്ശറിലേക്ക് ഒരു യാത്ര. അല്ലാഹുവിന്റെ റസൂൽ ആ യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 12 വിഭാഗം ആളുകളായിട്ടായിരിക്കും എന്റെ സമൂഹത്തെ യാത്രയാക്കപ്പെടുക. 11 വിഭാഗവും നരകത്തിന്റെ അടിമകൾ, 12ാമത്തെ വിഭാഗം സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു 12ാമത്തെ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 12ാമത്തെ വിഭാഗം, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ബാക്കി 11 വിഭാഗവും നരകത്തിന് അടിമപ്പെട്ടവരാണ്, നരകത്തിന്റെ അവകാശികളാണ്. അല്ലാഹു ആ 11ൽ നിന്നും ഒഴിവാക്കി 12ാമത് പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാ 12ാമത്തെ വിഭാഗം? നമസ്കരിച്ചവരും, നോമ്പ് നോറ്റവരും, സുഹൃതം ചെയ്തവരും, സദഖ ചെയ്തവരും, അതുപോലെ സൽക്കർമ്മങ്ങളുമായി ജീവിതത്തെ ധന്യമാക്കിയവര്, തിന്മകൾ വർജിച്ച് അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്നും മാറി റബ്ബിനെ പേടിച്ച് സൂക്ഷ്മതയോടെ ജീവിച്ച് കലിമ ചൊല്ലി ഭരിക്കാൻ ഭാഗ്യം കിട്ടിയവർ, ഇവർ നാളെ സ്വർഗത്തിന്റെ അവകാശികളാണ്. അല്ലാഹു നമുക്കും ആ ഒരു ഗണത്തിൽപ്പെടാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.